ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ശബരീനാഥനല്ല VD സതീശൻ വന്ന് മത്സരിച്ചാലും UDF ജയിക്കൂല. ഞാൻ ആ പാവത്തിനോട് മറുപടി പറയില്ല. കാരണം ആ AYFകാർ പറഞ്ഞ തെറി കേട്ടിട്ട് പുള്ളിയുടെ ബോധം പോയിരിക്കുക. AYFകാർ ASFകാരും എന്താണ് സംഘിക്കുട്ടിന്നും ഊടുപാട് ചീത്ത പറഞ്ഞത് ഏത് ഘടകകക്ഷിയാണ്. ഘടകകക്ഷിയിലെ ചെറുപ്പക്കാർ പറഞ്ഞ തെറി കേട്ട് ബോധം പോയിരിക്കുക. അതുകൊണ്ട് വല്ലതും പറഞ്ഞ ഞാനായിട്ടൊന്നും പറയില്ല. ഞാനായിട്ടൊന്നും പറഞ്ഞൊരു ഡാമേജും വരുത്തില്ല. അതുകൂടി താങ്ങാൻ പറ്റില്ല. ഞാൻ വല്ലതും പറഞ്ഞ ചുമ്മാ പറയാ. മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ ഏർപ്പാട്. ഇതൊക്കെ കുറെ ആളുകളെ ഇതിനു വേണ്ടി വെച്ചിരിക്കുക. എന്റെ PM ശ്രീയിൽ ഒപ്പിട്ട് പിണറായി വിജയനെ മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതു മുന്നണി അറിഞ്ഞില്ല, CPMന്റെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, അവിടുത്തെ പോളിറ്റ് ബ്യൂറോ അതും അറിഞ്ഞില്ല. ഒരു കുഞ്ഞു അറിയാതെ കഴിഞ്ഞ മാസം 9-ാം തീയതി പോയി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ട് 10-ാം തീയതി നരേന്ദ്രമോദിയും കണ്ട് നേരെ 16-ാം തീയതി പോയി ഒപ്പിട്ട് എന്നിട്ട് 22-ാം തീയതിയുടെ മന്ത്രിസഭയ്ക്ക് വരിക. അപ്പൊ മന്ത്രി K രാജൻ CPIക്ക് വേണ്ടി ആഞ്ഞടിക്കുകയാണ് മന്ത്രിസഭയിൽ. ഒപ്പിടരുത്, ഒപ്പിട്ട് പോകരുത്. അപ്പൊ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും കാപട്യം സ്വന്തം മന്ത്രിസഭയിലെ 20 മന്ത്രിമാരോട് സത്യം തുറന്നു പറയാത്ത നിങ്ങളുടെ കാപട്യം ഉണ്ടല്ലോ മിസ്റ്റർ പിണറായി വിജയൻ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളിപ്പോ കാണിക്കുന്നത് മുഴുവൻ കാപട്യമാണ്. കാപട്യം. ജനങ്ങളെ കബളിപ്പിക്കാൻ 9.5 വർഷക്കാലം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങളോട് ഇപ്പൊ എന്താ ആരും എതിര് പറയാൻ പാടില്ല. ഇപ്പൊ ആരൊക്കെ എതിര് പറഞ്ഞിരിക്കുന്നത്? ഈ അതീവ ദാരിദ്ര്യം RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, അല്ലേ, ഡോക്ടർ KP കണ്ണൻ, MK ദാസ്, അരവിന്ദാസ സാർ, നിരവധി പേർ, പ്രമുഖരായ ആളുകൾ അവര് ചോദ്യം ചെയ്തു ഇതിനെ. ഇങ്ങനെ എന്താ അവർക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആരോപണം? വിദൂഷകന്മാരുണ്ട് ഇഷ്ടം പോലെ. പഴയ രാജകൊട്ടാരത്തിലെ പോലെ വിദൂഷകന്മാർ പിണറായി വിജയന് ചുറ്റും. അവർ ഈ പാവങ്ങളെ, കേരളം ആദരിക്കുന്ന ഈ വലിയ മനുഷ്യരെ എലിവാണങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യാണ്. 3 തലമുറയാണ് ചീത്ത വിളിക്കുന്നത്. CPMമാര്, സൈബർ പോരാളികൾ ചീത്ത വിളിക്കുന്നത് നമ്മളെയല്ല, നമ്മുടെ 3 തലമുറയാണ് ചീത്ത വിളി. അങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്, ക്യാപ്സ്യൂൾ. എന്നിട്ട് അവരെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പണ്ട് സ്റ്റാലിന്റെ കാലം പോലെ അധികാരം പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ RVG മേനോനെ, MA ഉമ്മനെയൊക്കെ നാട് കടത്തി. പണ്ട് സ്റ്റാലിൻ നാട് കടത്തിയ പോലെ നാട് കടത്തിയേനെ. ആരും മിണ്ടാൻ പാടില്ല, എതിർ ശബ്ദം പാടില്ല. എല്ലാവരോടും കടക്കൂ പുറത്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്, കടക്കൂ പുറത്തെന്ന്. അതാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. വളരെ ഉറച്ച കാൽവയ്പുകളോടെ UDF മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും UDF സ്ഥാനാർത്ഥികളെ അനുഗ്രഹിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്